2024 ശ്രീചക്രം ഗൗരീശ പുരസ്കാരം പ്രഖ്യാപിച്ചു. അമ്പലപ്പാറയിലെ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ 10ാമത് ശ്രീചക്ര ഗൗരീശ പുരസ്കാരം പ്രഖ്യാപിച്ചു. രൗദ്ര ശ്രീ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ കഥകളി വേഷം, ശ്രീ കലാമണ്ഡലം ശശിധരൻ കഥകളി വേഷം, ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കഥകളി പാട്ട്, ശ്രീ കലാമണ്ഡലം ബാലസുന്ദരൻ കഥകളി ചെണ്ട, ശ്രീ മംഗലം മണി അരവിന്ദൻ കൊമ്പ് എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. 5000 രൂപയും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റ ദിനമായ ഏപ്രിൽ 3 രാവിലെ 9 മണിക്ക് ക്ഷേത്ര പരിസരത്ത് വെച്ച് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് അംഗം PK മുരളീകൃഷ്ണൻ പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ആവശ്യത അനുഭവിക്കുന്ന 4 കുടുംബങ്ങൾക്ക് ട്രസ്റ്റിന്റെ സഹായ നിധിയിൽ നിന്നും 5000 രൂപ വീതം ധനസഹായവും നൽകും. മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവത്തിന് ഏപ്രിൽ 3 ബുധനാഴ്ച തിരുവോണ നക്ഷത്രത്തിൽ കൊടിയേറി ഏപ്രിൽ 10 ബുധനാഴ്ച താലപ്പൊലിയോടുകൂടി സമാപിക്കും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ഉത്സവത്തിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിയാണ് കലാപരിപാടികൾ നടത്തുന്നതെന്നും ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. കാവുങ്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, PK മുരളീകൃഷ്ണൻ, K ഗോപി, K മുരളീധരൻ, PK സത്യനാരായണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 2024 ഏപ്രിൽ 10 നടക്കുന്ന പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 3 ഒരു മനുഷ്യ നന്മയെ മുൻനിർത്തി കലാസാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ സംശുദ്ധമായ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച് 2012 രൂപീകരിക്കപ്പെട്ട സാംസ്കാരിക കൂട്ടായ്മയാണ് സനാതന സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ്. അമ്പലപ്പാറയിലെ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ 10ാമത് ശ്രീചക്ര ഗൗരീശ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ കഥകളി ആചാര്യനായ രൗദ്ര ശ്രീ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ കഥകളി വേഷം, 2 ശ്രീ കലാമണ്ഡലം ശശിധരൻ കഥകളി വേഷം, 3 ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കഥകളി പാട്ട്, 4 ശ്രീ കലാമണ്ഡലം ബാലസുന്ദരൻ കഥകളി ചെണ്ട, 5 ശ്രീ മംഗലം മണി അരവിന്ദാക്ഷൻ എന്നാണ് എൻ്റെ പേര്. കൊമ്പിലാണ് അയാൾക്ക് പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5001 രൂപയും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരവും കൊടിയേറ്റ ദിനമായ ഏപ്രിൽ 3 രാവിലെ 9 മണിക്ക് ക്ഷേത്ര പരിസരത്ത് വെച്ച് സമ്മാനിക്കും. കാവുങ്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് തോട്ടത്തിൽ ഗോപാലൻകുട്ടി, P വേണുഗോപാൽ, ഡോക്ടർ വെള്ളിരി അച്യുതൻകുട്ടി, പ്രൊഫസർ EJ ജനാർദ്ദൻ പോറ്റി, PK മുരളീകൃഷ്ണൻ, K ഗോപി, K മുരളീധരൻ എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തുന്നത്. പുരസ്കാര സമർപ്പണ സമ്മേളനം ഡോക്ടർ ശ്രീമതി രേണുക, PCV പ്രിൻസിപ്പൽ, ഭാരതീയ വിദ്യാനികേതൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കല്ലേക്കാട് ഉദ്ഘാടനം ചെയ്തു. ശ്രീ രവികുമാർ KB റിട്ടയേർഡ് പ്രിൻസിപ്പൽ, HSS കണ്ണാടി, പാലക്കാട് വിശിഷ്ടാതിഥിയായി. അവശത അനുഭവിക്കുന്ന 4 കുടുംബങ്ങൾക്ക് ട്രസ്റ്റ് സഹായ നിധിയിൽ നിന്ന് 5000 രൂപ വീതം ധനസഹായം നൽകും. ശ്രീമതി സരോജിനി അമ്മ അസുഖം, ശ്രീമതി കമലം മണ്ണത്തടി വൈദവ്യം, കുമാരി സൗപർണിക വിദ്യാഭ്യാസം, കുമാരി അശ്വതി വിവാഹം എന്നിവരാണ് സഹായധനത്തിന് അർഹരായവർ. 8 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമഹോത്സവകാലത്ത് പ്രശസ്തർ അവതരിപ്പിക്കുന്ന കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറും. നിത്യവും രാത്രി പുലരും വരെ തോൽപ്പാവ കൂത്തുണ്ടാകും. അമ്പലപ്പാറ ഈ വർഷത്തെ പൂരം കൊടിയേറ്റം ഏപ്രിൽ 3 ബുധനാഴ്ച തുടങ്ങി ഏപ്രിൽ 10 ബുധനാഴ്ചയാണ് ഈ വർഷത്തെ പൂരം ആഘോഷിക്കുന്നത്. പൂര മഹോത്സവത്തിനോടനുബന്ധിച്ച് ഈ 8 ദിവസവും ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, മറ്റ് കൂടിയാട്ടം എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികളും 8 ദിവസവും രാത്രി തോൽപ്പാവക്കൂത്ത്, കളം വരയ്ക്കൽ, കളം പാട്ട് എന്നിവയും ഉണ്ടായി. ദിവസേന ആറാട്ട് ഉണ്ടായിരിക്കുന്നതാണ്.